ശബരിമല യുവതി പ്രവേശനത്തിൽ നിലപാട് പറയാതെ ഉരുണ്ടുകളിച്ചു നിയമമന്ത്രി പി രാജീവ്. സർക്കാർ നിലപാട് അറിയിക്കാൻ സമയമുണ്ട്. പെട്ടെന്ന് അഭിപ്രായം പറയേണ്ടതില്ല. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം സർക്കാർ നിൽക്കുമെന്നും പി രാജീവ് പറഞ്ഞു. സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ അതിനോടൊപ്പം നിൽക്കണ്ടേയെന്നും മന്ത്രി ചോദിച്ചു. അതിന് സമയമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, ശബരിമല യുവതി പ്രവേശനത്തിൽ നേരത്തെ സംസ്ഥാന സർക്കാർ കോടതിയിലെടുത്ത നിലപാട്, കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ നിലപാട് മാറ്റുമോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണോ നിയമമന്ത്രി? വ്യക്തമായിട്ടുള്ള മറുപടി മന്ത്രി പി രാജീവ് ഇക്കാര്യത്തിൽ നൽകിയില്ല. അദ്ദേഹം പറഞ്ഞത് ആരും ഇതൊരു സുവർണാവസരമായിട്ട് കരുതണ്ട. സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ കോടതി സമയം നൽകിയിട്ടുണ്ട്. ആദ്യം 7 വിഷയങ്ങളിലാണ് കോടതി അഭിപ്രായം തേടിയിട്ടുള്ളത്. അതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വാദം പൂർത്തിയായ ശേഷം മാത്രം സർക്കാരിന് ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞാൽ മതി എന്ന കാര്യമാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. നേരത്തെ നമുക്കറിയാം, ഈ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി വനിതാ മതിലടക്കം കൊണ്ടുവന്ന സർക്കാരായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ NSSഉം അതേപോലെ തന്നെ SNDP ഒക്കെ തന്നെ സർക്കാർ നേരത്തെ എടുത്ത നിലപാട്, അതിൽ മാറ്റം വരുത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ സർക്കാരിനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അതിന് സമയമുണ്ട്. ഇനി ഈ പറയുന്ന 7 വിഷയങ്ങളും പരിഗണിച്ച ശേഷം മാത്രമേ സർക്കാരിന്റെ മുമ്പിലേക്ക് ഇതെല്ലാം വരൂ എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് നിലവിലിപ്പോൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് വന്ന് അത് സുവർണാവസരമാക്കി മറ്റാർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും തന്നെ നിലവിലിപ്പോൾ ഉണ്ടാവില്ല. സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ സർക്കാർ സുപ്രീം കോടതിയിലെ അറിയിക്കും. ഇപ്പോൾ പുനഃപരിശോധനയുമായിട്ട് വന്നതും സുപ്രീം കോടതിയാണ്. നേരത്തെ യുവതികൾ പ്രവേശിപ്പിക്കണമെന്ന വിധി കൊണ്ടുവന്നതും ആ സുപ്രീം കോടതിയാണ്, സർക്കാരല്ല. സർക്കാർ പറഞ്ഞ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഒരു കാര്യം വെച്ചുകൊണ്ടല്ല അന്ന് വിധി വന്നത്. അതുകൊണ്ട് പുനഃപരിശോധന നടത്തുന്നതും സുപ്രീം കോടതി തന്നെയാണ്. അപ്പോൾ ഈ 7 വിഷയങ്ങൾ പരിഗണിച്ച് വാദം പൂർത്തിയാകുമ്പോഴേക്കും സർക്കാരിന്റെ നിലപാട് കൃത്യമായിട്ട് അറിയിക്കും. എന്തായാലും സർക്കാർ വിശ്വാസികളോടൊപ്പം ആയിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് നിയമമന്ത്രി പി രാജീവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, എന്തായാലും അവധാനതയോടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. അത് സുപ്രീം കോടതി അറിയിക്കും. സമയമുണ്ടല്ലോ എന്നാണ് നിയമമന്ത്രിയുടെ പ്രതികരണം.